അമേരിക്കയുടെ 47ാമത് പ്രസിഡന്റായി ഡൊണാൾഡ് ട്രംപിനെ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചു. US കോൺഗ്രസിന്റെ സംയുക്ത സമ്മേളനത്തിലാണ് ട്രംപിന്റെ വിജയം അംഗീകരിച്ചത്. വൈസ് പ്രസിഡന്റ് എതിർ സ്ഥാനാർത്ഥിയുമായിരുന്ന കമല ഹാരിസ് ട്രംപിനെ വിജയിയായി പ്രഖ്യാപിച്ചു. ജനുവരി 20-ന് ഡൊണാൾഡ് ട്രംപ് അമേരിക്കൻ പ്രസിഡന്റായി സത്യപ്രതിജ്ഞ ചെയ്യും. 2017 മുതൽ 2021 വരെയുള്ള തന്റെ ആദ്യ ഭരണത്തിനു ശേഷം ട്രംപിന്റെ വൈറ്റ് ഹൌസിലേക്കുള്ള തിരിച്ചുവരവാണിത്. ട്രംപിന്റെ വിജയത്തിന്റെ ഔദ്യോഗിക അംഗീകാരം 2024-ലെ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിന്റെ സമാപനത്തെ ഉറപ്പിക്കുകയും രാജ്യത്തിന്റെ തലസ്ഥാനത്ത് ഒരു പുതിയ ഭരണത്തിന് കളമൊരുക്കുകയും ചെയ്തിരിക്കുകയാണ്. നവംബർ 5-ന് നടന്ന തെരഞ്ഞെടുപ്പിന്റെ ഫലം വന്നപ്പോൾ ജനപ്രിയ വോട്ടിന്റെ അടിസ്ഥാനത്തിൽ ഡൊണാൾഡ് ട്രംപിന് 312 ഇലക്ടറൽ വോട്ടും കമല ഹാരിസിന് 226 ഇലക്ടറൽ വോട്ടുമാണ് ലഭിച്ചത്. 50 സംസ്ഥാനങ്ങളിൽ നിന്നും ഡിസ്ട്രിക്ട് ഓഫ് കൊളംബിയയിൽ നിന്നുമുള്ള ഇലക്ടർമാർ ഡിസംബർ 17-ന് ഒത്തുകൂടി വോട്ട് ചെയ്തു. ഈ വോട്ടുകൾ എണ്ണി വിജയികളെ പ്രഖ്യാപിക്കുന്ന ഔദ്യോഗിക ചടങ്ങാണ് നടന്നത്. നിയുക്ത US പ്രസിഡന്റായ ഡൊണാൾഡ് ട്രംപിനോട് പരാജയപ്പെട്ട കമല ഹാരിസ് ഹൌസ് ചേംബറിൽ നടന്ന ഇലക്ടറൽ വോട്ടുകളുടെ എണ്ണത്തിൽ അധ്യക്ഷത വഹിച്ചു. US വൈസ് പ്രസിഡന്റ് സെനറ്റ് പ്രസിഡന്റ് കൂടിയായതിനാലാണ് ജനപ്രതിനിധി സഭ സെനറ്റ് സംയുക്ത സമ്മേളനത്തിൽ കമല അധ്യക്ഷയായത്. 2020-ലെ തെരഞ്ഞെടുപ്പിൽ ഡെമോക്രാറ്റിക് പാർട്ടി സ്ഥാനാർത്ഥി ജോ ബൈഡന്റെ വിജയം പ്രഖ്യാപിക്കാനായി 2021 ജനുവരി 6-ന് കൂടിയ കോൺഗ്രസ് സംയുക്ത സമ്മേളനം ട്രംപ് അനുകൂലികൾ അതിക്രമിച്ചു കയറി അലങ്കോലപ്പെടുത്തിയിരുന്നു. ഇതിനു പിന്നാലെ പുറത്തുനിന്നുള്ളവരുടെ കടന്നുകയറ്റം തടയാനുള്ള സുരക്ഷാ ക്രമീകരണ നിയമപരിഷ്കാരങ്ങളെല്ലാം നടപ്പാക്കിയിരുന്നു. ബൈഡൻ ജയിച്ചത് അട്ടിമറിയിലൂടെയാണെന്നും തെരഞ്ഞെടുപ്പ് സംവിധാനത്തിൽ തട്ടിപ്പ് നടന്നിട്ടുണ്ടെന്നും ആരോപിച്ചാണ് കഴിഞ്ഞ തവണ ട്രംപ് പരാജയം അംഗീകരിക്കാതെ ഇടഞ്ഞുനിന്നത്. ഇന്റർനാഷണൽ ഡെസ്ക് ഷെക്കീന ന്യൂസ്.